ഈ ഹാരപ്പൻ സൈറ്റ് എന്ന് പറയാൻ തന്നെ കാരണം നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ഹാരപ്പൻ സൈറ്റാണ്. അതുകൊണ്ട് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹരപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് മാത്രമാണെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെയാണ് കോമൺ ആയിട്ട്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആ ഏരിയ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അങ്ങ് വടക്ക് കാശ്മീരിലെ മാണ്ട എന്ന് പറയുന്ന പ്രദേശം മുതൽ മഹാരാഷ്ട്രയിലെ ദൈമാബാദ് വരെ നീണ്ടു കിടന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അങ്ങ് കിഴക്ക് യു.പിയിലെ ആലംഗീർപൂർ മുതൽ അങ്ങ് പടിഞ്ഞാറ് ഇന്നത്തെ ബലൂചിസ്ഥാനിലെ സുക്ത ജൻഡർ എന്ന് പറയുന്ന സ്ഥലം വരെ ഈ സിവിലൈസേഷൻ വ്യാപിച്ചിരുന്നു.